4 ദിവസം കാണാതെ പോയ ആ മകൾ, അവളുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുകയാണ്. ചിക്കമംഗളൂരുവിൽ മരിച്ച ശ്രീനന്ദയുടെ മൃതദേഹം ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുന്നു. അന്ത്യാഞ്ജലി അർപ്പിച്ച ആയിരങ്ങളാണ് അവിടേക്ക് എത്തുന്നത്. 2 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ഒപ്പം ചേരുന്നു. അരുൺ, എങ്ങനെ വിവരിക്കണമെന്നറിയില്ല, ഒരു യാത്ര പോകുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന മകൾ, അല്ലെങ്കിൽ പേരമകൾ, അല്ലെങ്കിൽ സഹോദരി, ആ കുട്ടി പെട്ടെന്ന് കാണാതാകുന്നു. 4 ദിവസം ആ വീട്ടുകാർ അനുഭവിച്ച വേദന, നിരാശ, ആശങ്ക അത്രമേലായിരുന്നു. അതിനൊടുവിൽ മൃതദേഹം കണ്ടെത്തുന്നു. ഇപ്പോൾ വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു. സംസ്കാരം 2 മണിയോടെ. എന്താണ് ആ നാട് നമ്മളോട് പറയുന്നത്? കൃഷ്ണരാജ്, ഒരു നാടൊന്നാകെ തേങ്ങുന്ന ഹൃദയഭേദകമായ വൈകാരികമായ നിമിഷങ്ങളാണ് പാലക്കാട് കടമ്പഴിപ്പുറത്ത് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ 1.5 മണിക്കൂറായിട്ട് ശ്രീനന്ദയുടെ ഭൗതിക ശരീരം വസതിയിൽ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, ഉറ്റവർ, ഉടയവരൊക്കെ എത്തി ആ ഒരു മിടുക്കിയായ 15 വയസ്സുകാരിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്ന കാഴ്ചയാണ്. നേരത്തെ കൃഷ്ണരാജ് പറഞ്ഞ പോലെ കഴിഞ്ഞ 4-ാം തീയതി, ഏപ്രിൽ 4-ാം തീയതി ചിക്കമംഗളൂരുവിലേക്കും കർണാടകയുടെ വിവിധ ഭാഗങ്ങൾ, ഹംപി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് 40 അംഗ സംഘമായിട്ടാണ് ഇവർ ഇവിടുന്ന് യാത്ര തിരിച്ചത്. ആ യാത്ര തിരിച്ച് 4-ാം തീയതി യാത്ര തിരിച്ചു ഹംപിയിൽ പോയി. അവിടെ നിന്നും പിന്നീട് ചിക്കമംഗളൂരിലെ മാണിക്യധാര വാട്ടർഫാൾസിലേക്ക് ഇവർ 7-ാം തീയതിയാണ് എത്തിയത്. അവിടുത്തെ ചെങ്കുത്തായ മലനിരകളും അവിടുത്തെ മനോഹര ദൃശ്യങ്ങളും മറ്റുമൊക്കെ ഇവർ കണ്ട് അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അന്ന് 7-ാം തീയതി വൈകിട്ട് 5:25 ഈ 15 വയസ്സുകാരിയായ കടമ്പഴിപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീനന്ദയെ കാണാതാവുന്നത്. ആ കുഞ്ഞിനെ കാണാതായതിനു ശേഷം പിന്നീട് നെഞ്ചിടിപ്പേറിയ നിമിഷങ്ങളായിരുന്നു, മണിക്കൂറുകളായിരുന്നു എന്നുള്ളതാണ്. കാരണം കുട്ടി എവിടെ പോയി എന്ന് ആർക്കും അറിയാത്ത സാഹചര്യം. ആരും, ആ ഒരു പ്രദേശത്തെ കച്ചവടക്കാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ ടൂറിസ്റ്റുകളുണ്ടായിരുന്നു, ആരും ഈ കുട്ടി എവിടെ എന്നുള്ളത് കണ്ടില്ല എന്നുള്ളതാണ്. പിന്നീട് വ്യാപകമായിട്ടുള്ള തിരച്ചിൽ രാത്രി 8:30 പോലീസിൽ പരാതി നൽകി. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇരുട്ടും മഞ്ഞും ഒക്കെയാണെന്ന് പറഞ്ഞ് ആദ്യഘട്ടത്തിൽ തിരച്ചിലുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തി. തെർമൽ ഹെലി ക്യാമുകളും മറ്റുമൊക്കെ, ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തി. അങ്ങനെ ആ തിരച്ചിലിനൊടുവിൽ ഇന്നലെയാണ് കുട്ടിയുടെ മൃതദേഹം ഈ മാണിക്യധാര വാട്ടർഫാൾസിന് സമീപത്ത് വെച്ച് 1500 അടി താഴ്ചയിൽ നിന്നും കണ്ടെത്തുന്നത്. ഈ 1500 അടി താഴ്ചയിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ സമയത്ത് എങ്ങനെ ആ മൃതദേഹം അവിടെ എത്തി എന്നുള്ളത് വലിയ ദുരൂഹതയ്ക്ക് ഇടയാക്കിയിരുന്നു. പ്രത്യേകിച്ച് ബന്ധുക്കളൊക്കെ ആ കുട്ടി അവിടേക്ക് പോയിട്ടേ ഇല്ല, പിന്നെ എങ്ങനെയാണ് ആ പ്രദേശത്തേക്ക് കുട്ടിയുടെ മൃതദേഹം എത്തിയത് എന്നുൾപ്പെടെയുള്ള ഒരു ദുരൂഹത ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്നലെ ഈ മൃതദേഹം ആ ഒരു കൊക്കയിൽ നിന്നും മുകളിലേക്ക് കയറ്റി കർണാടകയിൽ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ വരുമ്പോൾ കുട്ടിയുടെ മരണം അത് സ്വാഭാവിക മരണം തന്നെയാണ്, അതായത് അപകട മരണമാണ്, അതല്ലാതെ മറ്റ് അസ്വാഭാവികതകളൊന്നുമില്ല എന്നുള്ളതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ശരീരത്തിലെ ഒരുപാട് എല്ലുകളും മറ്റു അസ്ഥികളൊക്കെ ഒഴിഞ്ഞ നിലയിലാണ്. പക്ഷേ കുട്ടി കാൽ വഴുതി ഒരു പക്ഷേ വീണതായിരിക്കാം, അല്ലെങ്കിൽ ആ സുരക്ഷാ വേലിയിൽ നിന്ന് എങ്ങനെയെങ്കിലും താഴേക്ക് വീണതായിരിക്കാം, അല്ലെങ്കിൽ സുരക്ഷാ വേലി മറികടന്ന സമയത്ത് കുട്ടി വീണതായിരിക്കാം എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ നേരത്തെ കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഈ നാട്ടിലെ അയൽവാസികളായ ജനങ്ങളും ശ്രീനന്ദയുടെ മാതാപിതാക്കളും മറ്റ് ബന്ധുക്കളും ഒക്കെ ചേർന്ന് വലിയ സന്തോഷത്തിൽ ഇവിടെ നിന്നും യാത്ര തിരിച്ചതാണ്. പക്ഷേ തിരികെ വരുമ്പോൾ ആ 40 പേരിലൊരാളായ വളരെ മിടുക്കിയായ ശ്രീനന്ദയുടെ ചേതനയറ്റ ശരീരവുമായിട്ട് ഈ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഈ നാടൊന്നാകെ തേങ്ങുന്ന, വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചയാണ്. പലർക്കും വിശ്വസിക്കാൻ പോലും ആവുന്നില്ല. കാരണം അധ്യാപകരും മറ്റുമൊക്കെ അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. അവരൊക്കെ പറയുന്നത് വളരെ മിടുക്കിയായിട്ടുള്ള, സ്പോർട്സിലാണെങ്കിലും മറ്റ് പ്രവൃത്തി പരിചയമേളയിലാണെങ്കിലും ഒക്കെ വലിയ രീതിയിൽ നല്ല മികവ് പുലർത്തിയിട്ടുള്ള, സംസ്ഥാന തലത്തിൽ തന്നെ മത്സരിച്ചിട്ടുള്ള മിടുക്കിയായൊരു കുട്ടിയായിരുന്നു ശ്രീനന്ദ. 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി ആ ഫലം കാത്തിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ വിനോദസഞ്ചാര യാത്രയ്ക്ക് പോയത്. ആ യാത്രയിലെ പക്ഷേ കുട്ടിയുടെ മടങ്ങി വരവ് അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഇത്തരത്തിലായി പോയി എന്നുള്ളതാണ്. ഏതായാലും പൊതുദർശനം ഇപ്പോൾ കടമ്പഴിപ്പുറത്തെ വസതിയിൽ പുരോഗമിക്കുകയാണ്. 1 മണിക്കൂറോളം പൊതുദർശനം, 1 മണി വരെ പൊതുദർശനം ഈ കടമ്പഴിപ്പുറത്തെ വസതിയിലുണ്ടാവും. അതിനുശേഷം തൃശ്ശൂരിലെ തിരുവല്ലാമല ഐവർ മഠത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക.